guys, welcome back to Sharing's vlog. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ 6x8 സെൻറ്റിമീറ്റർ ഒരു ക്യാൻവാസ് ആയിട്ടാണ്. ഇതിൽ നമുക്ക് നല്ലൊരു പിക്ചർ ഡ്രോയിങ് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒരു ക്യാൻവാസാണ് എടുത്തിട്ടുള്ളത്. സോ ഇതിൻ്റെ ഫുള്ളായിട്ടൊന്ന് നമ്മൾ കവറൊക്കെ കഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബീസ്കോട്ടായിട്ട് വെള്ളം കൊണ്ടൊന്ന് ടച്ചപ്പ് ചെയ്യുക. ഫുള്ള് വെള്ളം കൊണ്ട് ടച്ചപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് ഉണങ്ങാൻ വെക്കണം കേട്ടോ. ഞാനൊരു വലിയ ബ്രഷ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ഇത് നമ്മൾ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം, നന്നായിട്ടല്ല ചെറിയൊരു ഉണക്കം വന്നതിന് ശേഷം നമ്മൾ ലൈറ്റ് ബ്ലൂ അല്ല, കുറച്ച് ഡാർക്കാണ് വേണ്ടത്. എൻ്റെ ഒരു കുറച്ച് ഇളകിപ്പോയതാണ്. അപ്പോൾ നമ്മൾ ഡാർക്ക് ബ്ലൂ ആക്കിയിട്ടുണ്ട് ലാസ്റ്റ്. ഓക്കെ, നമ്മൾ ഡാർക്ക് ബ്ലൂ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെക്കാട്ടും കുറച്ച് നേരത്തെ എടുത്ത ആ ഒരു ലെവലിലുള്ള ലൈറ്റ് ബ്ലൂ വേണം. സോ ആ ഒരു ലെവലിലുള്ള ലൈറ്റ് ബ്ലൂ എടുത്തിട്ട് നന്നായിട്ട് ഫുള്ള് വരെ അടിവരെ ഒന്ന് അടിച്ചു കൊടുക്കാം. മറ്റേത് കാൽഭാഗം വരെയായിരുന്നു, ഇതിപ്പോൾ ലാസ്റ്റ് വരെ ഒന്ന് അടിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇതാ ഇനി അതിലേക്ക് വേണ്ടത് ഒരു ലീഫ് മൗണ്ടെയിൻ ടെക്സ്ചർ. അതൊരു ഗ്രീൻ ടച്ചപ്പ് വേണം. അതാണ് അതിൻ്റെ അതൊരു ഭംഗി. അതുകൊണ്ട് ഞാൻ ഗ്രീനിന് വേണ്ടിയിട്ട് ഒരു മൗണ്ടെയിൻ ഷേപ്പിൽ ഗ്രീനിൻ്റെ ആ ഒരു ടെക്സ്ചർ വരുത്താൻ വേണ്ടിയിട്ട് ഒരു ബ്രഷ് എടുത്ത് ഡോട്ടായിട്ട് ഇതുപോലെ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ആ ഒരു ടെക്സ്ചർ ഫുള്ളായിട്ട് കിട്ടണമെങ്കിൽ ഇതുപോലെ ഡോട്ടായിട്ട് ചെയ്താൽ മതി. അല്ലാണ്ട് അപ്പടി കളർ അടിക്കുന്ന പോലെ കളർ അടിച്ചാൽ ആ ഒരു ടെക്സ്ചർ ഫുള്ളായിട്ട് കിട്ടൂല. അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്ന് നമുക്ക് അടിച്ചെടുക്കാം. ഓക്കെ ഗായ്സ്, നമ്മളിതാ അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫുള്ളായിട്ട് അടിച്ചെടുത്തില്ല, കുറച്ചുകൂടി മൗണ്ടെയിൻ്റെ ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാട് കൂടി കിടക്കുന്ന ആ ഒരു ഫീലാണ് വേണ്ടത്. അങ്ങനെ ബാക്കി ഫീലും കൂടി വന്നപ്പോൾ ഞാൻ ഒരു അങ്ങനത്തെ ഒക്കെ വേണ്ടല്ലോ, അങ്ങനെ അതൊക്കെ വരച്ച് ഒന്ന് അടിപൊളി ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പം ഇതുപോലെ ആക്കിയെടുക്കുമ്പോൾ കുറച്ച് ലൈറ്റ് ഗ്രീൻ കൂടി ആഡ് ചെയ്യണം. ഫുൾ ഡാർക്ക് ഗ്രീൻ ആക്കരുത്. ഞാനിപ്പോൾ ആഡ് ചെയ്ത കളർ എന്ന് വെച്ചാൽ കുറച്ച് ബ്ലാക്കും ഡാർക്ക് ഗ്രീനും ആണ്. ഓക്കെ, ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പാണ് ഇതിലത്തത്. എന്ന് വെച്ചാൽ ഈ ഇലേൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ്. അതായത് ലൈറ്റ് ഗ്രീൻ എടുത്ത് കുറച്ച് ഡാർക്ക് ഗ്രീൻ എടുത്ത് മിക്സ് ആക്കിയതിന് ശേഷം ഇതുപോലെ ഡോട്ടായിട്ട് ലാസ്റ്റ് ടെക്സ്ചർ ഫില്ലാക്കാം. അതായത് ലാസ്റ്റ് നമ്മൾ നേരത്തെ കാണിച്ച പോലെ അതിൻ്റെ ഒരു ടെക്സ്ചർ ഫിൽ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത്. ഈ വീഡിയോ കണ്ട് ഇലയൊക്കെ ഞാൻ വീഡിയോ പോസ് ആക്കിയപ്പം വരച്ചതാണ്, കാണിക്കാൻ മറന്നുപോയത് കേട്ടോ. ഓക്കെ, അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ അങ്ങനെ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ്. അത് നമ്മൾക്കൊരു ഫ്ലവറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചെറിയ ബ്രഷിൻ്റെ അതുകൊണ്ട് ചെയ്യേണ്ട അടുത്തുണ്ട്, ബട്ട് അതിൽ കുറച്ച് കട്ടിയായിട്ടാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട അളവിൽ ഫ്ലവറൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് വലുതാക്കാൻ ചെറുതാക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ ഒരു കംഫർട്ടബിളിന് പറ്റിയൊരു പൂവാണ് വരച്ചത്. അപ്പം ഈ ഒരു ബ്രഷ് കൊണ്ട് അത് തന്നെയാണ് വരക്കുന്നത്. കുറച്ചുകൂടും ചെറിയ ബ്രഷ് എടുക്കാമായിരുന്നു. ഓക്കെ, ഇനി അടുത്തതെന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരു സ്കൈ ആണ്. അതായത് വൈറ്റ്, നല്ല കട്ടിയുള്ള വൈറ്റ് ആയിരിക്കണം. വാട്ടർ ഒന്നും ആഡ് ചെയ്യാത്ത സാധാ ഒരു വൈറ്റ് കളർ ആയിരിക്കണം. അല്ലാതെ വാട്ടർ ആഡ് ചെയ്താൽ ആ ഒരു ക്യാൻവാസിന് മുകളിൽ ഒലിക്കുന്ന ഫീൽ ഉണ്ടാവും. അപ്പോൾ കട്ടി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമ്മൾ ഒരു സ്കൈ ഫുള്ളല്ല, ഒരു പകുതി ഭാഗത്തൊക്കെ സ്കൈ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു ഫീലിൽ കിട്ടണം. അതാകുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഫുള്ളായിട്ടൊന്നും മാച്ച് ആകുന്നത്. അപ്പം ഫുള്ളായിട്ട് വൈറ്റ് കൊടുത്താൽ അത് ഭയങ്കര ബോറായിരിക്കും. അതുകൊണ്ട് നമ്മളിങ്ങനെ ചെറിയ ഭാഗത്തായിട്ട് ഇതുപോലെ ചെറുങ്ങനെ ഒന്ന് അടിച്ചു കൊടുത്തിട്ടാണ്. ഇനി നമുക്ക് ലാസ്റ്റ് ടൈം ഫൈനൽ ലാസ്റ്റ് ടൈം ഫൈനൽ നമ്മുടെ ക്രോ അഥവാ കാക്കേനെ നമ്മൾ 3 ആയിട്ടാണ് വരക്കുന്നത്. ആദ്യം തന്നെ ഒരു ലൈറ്റായിട്ടൊന്ന് കൊടുത്തു. അതിന് ശേഷം നമുക്കൊരു ടെക്സ്ചർ ഫുൾഫിൽ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല ഡാർക്ക് ബ്ലാക്ക് കൊണ്ട് ഒന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ബൈ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഓക്കെ.